വെൽക്കം ബാക്ക് ടു ദേവാസ് ടേസ്റ്റ് ബഡ്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ക്രാഫ്റ്റ് വീഡിയോ ആട്ടോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫോട്ടോ ഫ്രെയിം ആണ്. അപ്പോൾ ഈ ഫോട്ടോ ഫ്രെയിം നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന ഈ ഫോട്ടോ ഫ്രെയിം നമുക്ക് വീട്ടിൽ തന്നെ അതും വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് എങ്ങനെയാ ചെയ്യുന്നത് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഫോട്ടോ ഫ്രെയിമിന് വേണ്ടി നമുക്ക് വേണ്ടത് കാർഡ്ബോർഡ് പീസസ് ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു ഫ്രെയിം ആണ്. ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ഫോട്ടോയാണ് ഞാൻ ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ഒരു കാർഡ്ബോർഡ് പീസിലേക്ക് വെച്ചിട്ട് ഇതിനേക്കാൾ ഒരു 2 സെന്റിമീറ്റർ കൂടുതൽ വലുപ്പത്തിൽ ഞാൻ മുറിച്ചെടുത്തു. എന്നിട്ട് ഈ ഫോട്ടോയുടെ സൈസ് മുറിച്ച് മാറ്റി വെച്ചു. എന്നിട്ട് ഈ ഫ്രെയിമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രെയിം. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ കാർഡ്ബോർഡ് പീസസ് ആണ്. അപ്പോൾ ഇതുപോലത്തെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രെയിമിൻ്റെ അളവിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് നല്ലപോലെ നീറ്റായിട്ട് മാക്സിമം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതേപോലത്തെ 3 കാർഡ്ബോർഡ് പീസസ് ആണ്. ഇത് ഒരെണ്ണം നീട്ടമുള്ളത്, ബാക്കി 2 ഏകദേശം സെയിം ആയിട്ടുള്ളതാണ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫോട്ടോ നമുക്ക് എടുക്കാനും ഊരാനും പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഫോട്ടോ ഫ്രെയിം ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ കൂടെ നമുക്ക് ഫോട്ടോ എടുക്കാനും അതുപോലെ വെക്കാനും പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതിനാണ് ഈ 3 കാർഡ്ബോർഡ് പീസസ് നമുക്ക് വേണ്ടത്. ഇനി ഇത് മുഴുവൻ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കണം, മെയിനായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ വെച്ചിട്ടായാലും കവർ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ എന്ത് വെച്ചിട്ടായാലും നിങ്ങൾക്ക് കവർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഇത് കവർ ചെയ്ത് എടുക്കണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാർഡ്ബോർഡ് ആകുമ്പോൾ തന്നെ അതിനകത്ത് പൊട്ടലൊക്കെ കാണും നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ. അതൊക്കെ മാറ്റാനാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഫെവിഗം വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഫുള്ളും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കവർ ചെയ്തിരിക്കുന്നത് ന്യൂസ് പേപ്പർ വെച്ചിട്ടല്ല, നമ്മൾ ഈ ഡെസ്കിലൊക്കെ വെക്കുന്ന ഒരു ടൈപ്പ് പേപ്പർ ഇവിടെ വേസ്റ്റായിട്ട് കിടന്നിച്ചു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിത് മുഴുവൻ കവർ ചെയ്തെടുത്തത്. സൈഡും ഒക്കെ നല്ലപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഉണ്ടല്ലേ, സൈഡും ഒക്കെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൊത്തത്തിലൊന്ന് കളർ ചെയ്തെടുക്കണം. അപ്പോൾ ഓരോ പീസസിലും ഓരോ കളേഴ്സൊന്നും വെച്ച് അല്ല നമ്മൾ ചെയ്യുന്നത്, ഒറ്റ കളർ തന്നെയാണ് എല്ലാത്തിനും ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോഴൊക്കെ കിട്ടാറില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ ബ്ലാക്ക് അല്ല എടുക്കുന്നത്, ഒരു എന്താ പറയുക, ടർക്കോയ്സ് ബ്ലൂ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ടൈപ്പ് ബ്ലൂ കളറാണ് ഞാൻ എടുക്കുന്നത്. പക്ഷെ നല്ല ഭംഗിയല്ല കേട്ടോ ഈ കളർ കാണാൻ, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് കളർ എടുക്കാം. പിന്നെ ഫാറ്റ് ബ്രഷ് വെച്ചിട്ടോ സ്പോഞ്ച് വെച്ചിട്ടോ എന്താണ് വെച്ചിട്ട് നിങ്ങൾക്ക് അടിക്കാം. ഞാൻ ഇവിടെ അടിക്കാൻ പോകുന്നത് ഫാറ്റ് ബ്രഷ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് അടിക്കാം അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ ഫുള്ളും കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എഡ്ജസ് ഒക്കെ കറക്റ്റായിട്ട് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അമർത്തി വയ്ക്കുമ്പോൾ നല്ല ഭംഗിയാവാനായിട്ടാണ് നമ്മൾ തുമ്പൊക്കെ കളർ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഫ്രെയിം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫ്രെയിം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പൂ ഉണ്ടാക്കാം. ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന പംകിൻ സീഡ് വെച്ചിട്ടുള്ള പൂവാണ്. നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന സാധനം വെച്ചിട്ടാണ് നമ്മൾ പൂ ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ. അപ്പോൾ ഈ ഒരു പംകിൻ സീഡ് നമ്മൾ കളയാതെ ഇങ്ങനെ സൂക്ഷിച്ചൊക്കെ വെച്ചാൽ നമുക്ക് ഇതേപോലത്തെ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കാം. പിന്നെ ഇതെങ്ങനെയാണ് നമ്മുടെ ഫ്ലവേഴ്സ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 4 ഫ്ലവേഴ്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പംകിൻ സീഡ് വെച്ച് ഫ്ലവർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഉടനെ തന്നെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഞാനത് കാണിക്കുന്നില്ല. ഇത് നമ്മുടെ ഫ്രെയിമിൽ ഞാനിത് എങ്ങനെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു ബോർഡറിൽ 3 എണ്ണം, ഈ ബോർഡറിൽ 1 എണ്ണമായിട്ട് വെക്കാനാണ് ഇപ്പോഴത്തെ എൻ്റെ ഐഡിയ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ആ ഫ്ലവേഴ്സൊക്കെ കളർ ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഞാൻ ഈ ഫ്ലവർ കളർ ചെയ്യാനായിട്ട് ഇതേപോലത്തെ ഒരു സാൻഡിൽ പോലത്തെ ഒരു കളറാണ് ചെയ്യുന്നത്. ശരിക്കും ഇതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള പംകിൻ സീഡിൻ്റെ കളറാണ് പൊളി, അത് വെച്ച് നോക്കിയപ്പോഴത്തേക്ക്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് കളർ അടിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടിച്ചപ്പോൾ ഏകദേശം അതുമായിട്ട് മാച്ച് ആവുന്നൊരു കളർ അടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സാൻഡിൽ കളർ തന്നെ അടിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അടിക്കാതെ റെഡോ ഓറഞ്ച് യെല്ലോ അതൊക്കെ ആ ഒരു കളറിലൊക്കെ വന്നാൽ നല്ല മാച്ചിങ് ആയിരിക്കും. ഞാൻ ഇതുപോലത്തെ ഒരു കുഞ്ഞു പോയിന്റ് ബ്രഷ് വെച്ചിട്ട് നല്ല സൂക്ഷിച്ച് എല്ലാം അടിക്കുകയാണ്. പിന്നെ നമ്മളിത് ഒട്ടിച്ചിരിക്കുന്നത് ഗ്ലൂ ഗൺ വെച്ചിട്ടായതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം ഇങ്ങനെ ചെറിയ ചെറിയ ത്രെഡൊക്കെ കാണില്ല അതിൻ്റെ. അതുകൊണ്ട് തന്നെ പെയിൻ്റ് അടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് പെയിൻ്റൊക്കെ അടിക്കാനായിട്ട്.
അപ്പം അതൊക്കെ സൂക്ഷിച്ചാണ് ഞാൻ അടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാം അടിച്ചിട്ടുണ്ട്. സെൻറ്ററിലത്തെ ആ പേളിന് ഓറഞ്ച് കളറും അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ഗുമ്മായിട്ട് നമ്മുടെ ഫ്ലവർ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ആ ഓറഞ്ച് കളറൊക്കെ വന്നപ്പോൾ. ഇനി ഇത് മൊത്തത്തിൽ എങ്ങനെയാണ് ഒട്ടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മുടെ ഫ്രെയിം ഒട്ടിക്കലാണ് നമ്മുടെ പണി. അപ്പോൾ ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നുമായിട്ട് ഒട്ടിക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു വലിയ കാർഡ്ബോർഡ് പീസിൽ, നമ്മുടെ നോർമൽ ഫ്രെയിം അല്ലാത്ത കാർഡ്ബോർഡ് പീസിൽ നമ്മുടെ 3 കാർഡ്ബോർഡ് പീസസ് ഒട്ടിച്ചെടുക്കാം. ആദ്യം തന്നെ ഞാൻ ഇതൊന്ന് വെച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഈ വലിയ പീസ് താരത്തും ബാക്കി 2 പീസസ് 2 സൈഡിലുമായിട്ടാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഫെവിഗം വെച്ചിട്ട് തന്നെയാണ് ഇത് ഒട്ടിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂഗൺ എന്താണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് മൊത്തത്തിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മുടെ ഈ ഫ്രെയിമും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അതും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, കറക്റ്റ് ആ കളർ അടിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ എഡ്ജൊക്കെ കാണാൻ കറക്റ്റ് ഫിനിഷിങ് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ 3 കാർഡ്ബോർഡ് പീസസ് കളറൊക്കെ അടിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മുടെ ഫ്രെയിമിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ ഒന്ന് വെച്ച് നോക്കുന്നുണ്ട്. കാരണം നേരത്തെ എൻ്റെ ഐഡിയ ഇപ്പം മാച്ച് ആകുമോ എന്ന് ഒന്നും കൂടി അറിയാനായിട്ട് കുറച്ചും കൂടി ഒക്കെ വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പം ഞാൻ ഉദ്ദേശിച്ചത്. കളറൊക്കെ അടിച്ചപ്പോൾ കുറച്ചും കൂടി ഭംഗിയായി. അപ്പം എന്തായാലും ഞാൻ ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ എന്തായാലും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ആ ഫോട്ടോ ഇതിൻ്റെ അകത്തൊന്ന് കയറ്റി നോക്കാം എന്ന്. അപ്പം ഞാൻ ആ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഈ ഫോട്ടോ ആണ്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇതൊന്ന് കയറ്റി നോക്കാം അല്ലേ. അപ്പോൾ ഇപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് വെക്കാനൊക്കെ പറ്റുന്നുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോട്ടോ ഫ്രെയിമിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. ഇനി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണാതെ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തെ ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനകത്ത് ഓൾ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.